അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേ. അപ്പം തൊട്ട് മുന്നത്തെ ടോപ്പിക് എന്തേലും അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വേ ആണ്. സ്വേ ഇല്ലാത്ത ഫ്രെയിംസിൻ്റെ അനാലിസിസ് ആണ് തൊട്ട് മുന്നത്തെ പോർഷനിൽ പഠിച്ചത്, പിന്നെ അതിലെ പ്രോബ്ലംസും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേ ആണ്. സ്വേ ഉള്ള ഫ്രെയിംസ്, ഫ്രെയിമിൻ്റെ ഒരു പ്രോപ്പർട്ടി, കോളത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് സ്വേ. അപ്പോൾ സ്വേ ഉള്ള ഫ്രെയിമിനെ എങ്ങനെ അനാലിസിസ് ചെയ്യാന്നുള്ളതാണ് എന്ത് അടുത്ത ടോപ്പിക്. അപ്പം ഫ്രെയിംസിൽ എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. എപ്പോഴാണ് സ്വേ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ അതിൻ്റെ ലോഡിങ്ങിൽ എന്തുണ്ടാവുക, അൺസിമെട്രി ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക, ഫ്രെയിമിൽ സ്വേ ഉണ്ടാവുക. സ്വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ കോളത്തിലാണ് എന്തുണ്ടാവുക, സ്വേ ഉണ്ടാവുക. കോളത്തിൻ്റെ സൈഡ് മൂവ്മെൻ്റാണ് എന്ത് സ്വേ. അപ്പം കോളത്തിലാണ് എന്തുണ്ടാവുക, സ്വേ ഉണ്ടാവുക. കോളത്തിൻ്റെ സൈഡ് മൂവ്മെൻ്റാണ് എന്ത് സ്വേ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ സ്വേ ഉണ്ടാവാൻ ഫ്രെയിംസിൽ എന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. സ്വേ ഉണ്ടാവാനുള്ള ഒരു കാര്യം പറയുന്നത് എന്താണ്, അൺസിമെട്രി ആൻഡ് ജോമെട്രിയാണ്. അതായത് ജോമെട്രിയിൽ എന്തുണ്ടാവുക, അൺസിമെട്രി ഉണ്ടാവുക. ജോമെട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ എ ബി എന്ന് പറയുന്ന കോളത്തിൻ്റെ ലെങ്ത്തും സി ഡി എന്ന് പറയുന്ന കോളത്തിൻ്റെ ലെങ്ത്തും എന്താണ്, ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ആക്സിസ് എടുക്കുമ്പോൾ ആ വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ടായിട്ട് ഇതെന്താണ്, അൺസിമെട്രിക്കലാണ്. ഇവിടെ ഒരു ലെങ്ത്തും ഇവിടെ എന്താണ്, വേറൊരു ലെങ്ത്തുമാണ്. ഇപ്പോൾ ഇവിടെ 3 മീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 5 മീറ്റർ ആണ്. അപ്പം ജോമെട്രിയിൽ എന്തായി, അൺസിമെട്രി ആയി. അതൊരു കാരണമാണ് എന്ത് സ്വേ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ലോഡിങ്ങിൽ എന്താവണം, സിമെട്രിക് ആവണം. ലോഡിങ്ങിൽ എന്തുണ്ടാവണം, സിമെട്രി ഉണ്ടായാലും, ലോഡിങ് സിമെട്രിക്കൽ അല്ലെങ്കിൽ എന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. ഇപ്പോൾ ഫിഗർ എ എടുക്കുക. ഫിഗർ എ എന്ന് പറയുന്നത് ഇവിടെ W2 എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡുണ്ട്. ഓക്കെ, W2 എന്ന് പറഞ്ഞൊരു ലോഡുണ്ട്. പക്ഷേ അതിന് ഇവിടെ എന്തില്ല, ഒരു സിമെട്രിക്കലായിട്ട് ഇവിടെ ഒരു ലോഡ് വരുന്നില്ല. അപ്പം ഇതിലെന്തുണ്ട്, സ്വേ ഉണ്ട്. ഇപ്പോൾ W1 എന്ന് പറയുന്ന ലോഡ് എന്താണ്, കറക്റ്റ് ഹാഫിലുള്ളത്. അപ്പോൾ അതിനെ കൊണ്ട് എന്ത് വരില്ല, സ്വേ വരില്ല. പക്ഷേ ഈ W2 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സിന് എന്ത് ചെയ്യും, ഈ ഒരു ഫ്രെയിമിന് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. അപ്പോൾ എന്ത് വരും, സ്വേ വരും. അപ്പം ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമ്പോൾ എന്ത് വരും, ഇതിൽ സ്വേ വരും. അപ്പം ഇപ്പം ഇത് സിമെട്രിക് ആണ്, ഈ ലോഡും ഇതിൽ സിമെട്രിക് ആണെങ്കിൽ ഇവിടുന്ന് എന്ത് വരും, ഒരു ലോഡ് W2 വരും. അപ്പം ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്തുണ്ട്, ഇവിടുന്ന് അതേ സെയിം ലോഡുണ്ട്. അപ്പോൾ ഇതിൽ എന്തുണ്ടാവില്ല, സ്വേ ഉണ്ടാവില്ല. അപ്പം ഇതിൽ ഇപ്പം സ്വേ ഉണ്ടാവാനുള്ള ഒരു കാര്യം പറയുന്നത് എന്താണ്, അൺസിമെട്രി ഇൻ ജോമെട്രിയും. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്, അൺസിമെട്രി ഇൻ ലോഡിംഗ് ആണ്. ഇപ്പം ഈ ഒരു ഇതിൽ എന്താണ്, ഈ ഫിഗർ എന്താണ്, അൺസിമെട്രി ഇൻ ജോമെട്രി ഉണ്ട്, അതേപോലെ തന്നെ അൺസിമെട്രി ഇൻ ലോഡിംഗ് ഉണ്ട്. ലോഡിംഗ് എന്താണ്, ഇവിടെ W2 ഉണ്ട്, ഇപ്പോഴെന്തില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യാനൊരു W2 ഇല്ല. അപ്പം ലോഡിംഗ് എന്താണ്, അൺസിമെട്രിക് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ജോമെട്രി എന്താണ്, അതും അൺസിമെട്രിക്കലാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. ഫിഗർ എ, സ്വേ ഡ്യൂ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് അൺസിമെട്രി. W2 എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പം സ്വേ ഡ്യൂ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് അൺസിമെട്രി ഇൻ ജോമെട്രി. ജോമെട്രിയിൽ എന്താണ്, അൺസിമെട്രിയാണ്. ഓക്കെ, അപ്പം ഇനി സ്വേ ഉള്ള ഫ്രെയിമിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത ഫിഗർ ബി ആണ്. അപ്പം എന്താണ് സ്വേ എന്ന് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, there will be sway in frames if there is unsymmetry with respect to geometry or loading or due to both. അപ്പം ജോമെട്രിയിലും അൺസിമെട്രി ഉണ്ട്, അതേപോലെ തന്നെ ലോഡിങ്ങിൽ എന്തുണ്ട്, അൺസിമെട്രി ഉണ്ട്. ഇനി രണ്ടും കൂടി ഉണ്ടായാലും എന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. ഓക്കെ, അൺസിമെട്രി ഇൻ ലോഡിങ്ങും ആണ്, അതേപോലെ തന്നെ അൺസിമെട്രി ഇൻ ജോമെട്രി ആണ്. അപ്പോൾ രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ഫിഗർ ബി ആണ്. ഫിഗർ ബി എന്ന് പറയുന്നത് എന്താണ്, ജോമെട്രി എന്താണ്, സിമെട്രിക്കലാണ്. എന്താണോ ലെഫ്റ്റ് സൈഡിലുള്ള അതന്നെയാണ് റൈറ്റ് സൈഡിലുള്ള. ജോമെട്രി എന്താണ്, സിമെട്രിക്കലാണ്. അതായത് എ ബിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, സി ഡിൻ്റെ ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ബി സി സ്പാൻ എന്താണ്, അതിൻ്റെ കറക്റ്റ് ഹാഫ് കൂടിയാണ് എന്ത് പോണത്, സിമെട്രിയാണ്. ഓക്കെ, പക്ഷേ ഇതിലെന്തില്ല, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് W ഉണ്ട്. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൊണ്ട് ഇതിന് എന്ത് വരും, സ്വേ വരും. സ്വേ ഇപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് W കൊണ്ട് ഇതെന്താവും, ഇതിനൊരു സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് എന്ത് ചെയ്തത്, ഫിഗർ ബി, സ്വേ ഡ്യൂ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൺലി. ഇതിൽ ഈ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് എന്ത് സ്വേ ഉള്ളത്. ജോമെട്രി എന്താണ്, കറക്റ്റ് സിമെട്രിക്കലാണ്. അപ്പോൾ ജോമെട്രിനെ കൊണ്ട് എന്തില്ല, ഇതിന് സ്വേ ഇല്ല. പക്ഷേ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൊണ്ട് എന്തുണ്ട്, സ്വേ ഉണ്ട്. ഓക്കെ, അതാണെന്ത് ഫിഗർ ബി. അപ്പം ലോഡിങ്ങിനെ കൊണ്ട് സിമെട്രി ആണെന്ന് വിചാരിക്കാം. അതായത് ഇവിടെ ഒരു W ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്താണ്, നോൺ സ്വേ ഫ്രെയിമാണ്. പക്ഷേ ഈ ഒരു ഫിഗർ ബിയിൽ എന്തില്ല, ഇവിടെ ഒരു ലോഡ് W ഇല്ല. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. ഓക്കെ, അതാണെന്ത് ഫിഗർ ബീനെ പറ്റി പറയാനുള്ളത്. അടുത്തെന്താണ്, ഫിഗർ സി ആണ്. ഫിഗർ സി എന്ന് പറയുന്നത് സ്വേ ഡ്യൂ ടു അൺസിമെട്രി ഓഫ് ലോഡാണ്. സ്വേ ഡ്യൂ ടു അൺസിമെട്രി ഓഫ് ലോഡ്. ഇവിടെ ഇതേപോലെ തന്നെ എ ബി സി ഡി കോളം ലെങ്ത് എന്താണ്, കറക്റ്റാണ്. അപ്പം
നമ്മളൊരു വെർട്ടിക്കൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ അതിന് അബൌട്ടായിട്ട് എന്താണ് സിമെട്രിക്കലാണ്. ഈ ഫ്രെയിം എന്താണ് സിമെട്രിക്കലാണ് ജോമെട്രിയിൽ. പക്ഷേ ലോഡിങ് എവിടെ ഉള്ളത്? ഈ സി എന്ന് പറയുന്ന പോയിൻറ്റിന് അടുത്തേക്കായിട്ടുണ്ട് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ലോഡുള്ളത്. അപ്പോൾ അതിനെക്കൊണ്ട് എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. ലോഡിങ് എന്തല്ല? സിമെട്രിക്കൽ അല്ല. അപ്പം ഒരു ഭാഗത്തേക്കാണ് എന്തുള്ളത്? ലോഡുള്ളത്. ആ ലോഡിൻ്റെ കാരണം കൊണ്ട് ഈ ഫ്രെയിം എന്താവും? അങ്ങോട്ടേക്ക് ചെരിഞ്ഞു പോകും. അതാണ് എന്ത്? സ്വേ എന്ന് പറയുന്നത്. അപ്പം ഫിഗർ സിയിൽ എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. ജോമെട്രിക്കലി എന്താണ്? സിമെട്രിക് ആണ്. പക്ഷേ ലോഡിങ്ങിൽ എന്താണ്? അൺസിമെട്രിക് ആണ്. അതിനെക്കൊണ്ട് ഫിഗർ സിയിൽ എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതിൽ I1 I2 I3 കൊടുത്തേക്കാണ്. I1 I2 I3 I1 I2 I3 കൊടുത്തേക്കാണ്. I1 I2 I3 എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് എന്ത്? I1 I2 I3. കോളത്തിൻ്റെ ഈ AB മെമ്പറിൻ്റെ ഇനേഷ്യാണ് I1, BC മെമ്പറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് I3, CD മെമ്പറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് എന്ത്? I2. അടുത്തത് ഫിഗർ ഡി ആണ്. ഫിഗർ ഡി ഇതേപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് ഒരു ലെങ്ത്താണ്, സി ഡി എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടിയൊരു ലെങ്ത്താണ്. അപ്പോൾ ഇത് 3 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയാണ്? 5 മീറ്റർ ആണ്. പക്ഷേ ലോഡ് എന്താണ്? കറക്റ്റ് സിമെട്രിക്കലാണ്. ലോഡ് കറക്റ്റ് സിമെട്രിക്കലാണ്. അതായത് ബി സിയിൽ ഫുൾ എന്തുണ്ട്? ഫുൾ ലെങ്ത്തിൽ എന്തുണ്ട്? ലോഡുണ്ട്. അപ്പോൾ ലോഡ് വൈസ് ഇത് എന്താണ്? സിമെട്രിക്കലാണ്. പക്ഷേ ജോമെട്രി എന്തല്ല? സിമെട്രിക്കൽ അല്ല. കാരണം ഇവിടെ എന്താണ്? ലെങ്ത്ത് കുറവാണ്. ഇവിടെ എന്താണ്? ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഇത് 3 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയാണ്? 5 മീറ്റർ ആണ്. അപ്പം ജോമെട്രിയിൽ എന്താണ്? അൺസിമെട്രിക്കലാണ്. പക്ഷേ ലോഡിങ് എന്താണ്? സിമെട്രിക്കലാണ്. കാരണം ബി സിയിൽ എന്തുണ്ട്? ത്രൂ ഔട്ട് ഈ ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ലോഡ് എന്താണ്? കറക്റ്റ് സിമെട്രിക്കൽ ആയിട്ടാണുള്ളത്. പക്ഷേ ജോമെട്രി എന്താണ്? അൺസിമെട്രിക്കലാണ്. അതാണ് ഇവിടെ എഴുതിയത്. സ്വേ ഡ്യൂ ടു അൺസിമെട്രി ഓഫ് ജോമെട്രി. ലോഡിങ് എന്താണ്? സിമെട്രിക്കലാണ്. പക്ഷേ ജോമെട്രിയിൽ എന്താണ്? അൺസിമെട്രിക്കലാണ്. അതിനെക്കൊണ്ട് എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. ഇപ്പോൾ ഒരു ലെഗ് കൂടുതലും ഒരു ലെഗ് കുറവും. അപ്പം ഈ ലോഡൊക്കെ വരുമ്പോൾ എന്താവും? ചെരിഞ്ഞു പോകും. അപ്പോൾ എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. ഓക്കെ. ലാസ്റ്റ് വൺ ആണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. ഫിഗർ ഇ. സ്വേ ഡ്യൂ ടു അൺസിമെട്രി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് കോളം. അപ്പം കോളത്തിൻ്റെ പ്രോപ്പർട്ടീസ് അൺസിമെട്രിക്കൽ ആണെങ്കിൽ സെയിം അല്ലെങ്കിൽ എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. അതായത് കോളത്തിൻ്റെ എ ബി കോളത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് എന്ത്? I1. ബി സി കോളത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? I2 ആണ്. അപ്പോൾ രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അതിനെക്കൊണ്ട് എന്തുണ്ട്? ഇതിൽ സ്വേ ഉണ്ട്. ഇതിൽ എ ബി എന്ന് പറയുന്ന ലെങ്ത്തും സി ഡി എന്ന് പറയുന്ന ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അപ്പം ജോമെട്രിക്കലി ഇതെന്താണ്? കറക്റ്റാണ്, സിമെട്രിക്കലാണ്. ലോഡ് വൈസ് ഇതെന്താണ്? സിമെട്രിക്കലാണ്. പക്ഷേ പ്രോപ്പർട്ടീസ് ഓഫ് കോളം, എ ബി എന്ന് പറയുന്ന കോളത്തിൻ്റെയും സി ഡി എന്ന് പറയുന്ന കോളത്തിൻ്റെയും പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ രണ്ടിലെന്താണ്? ഡിഫറൻ്റ് ആണ്. എ ബിൻ്റെ I1 ആണെങ്കിൽ സി ഡിൻ്റെ എന്താണ്? I2 ആണ്. അതിൻ്റെ കാരണം കൊണ്ട് എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാവുക? സ്വേ ഉണ്ടാവുക. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസിമെട്രി ഇൻ ജോമെട്രിയിൽ എന്തുണ്ടാവുക? അൺസിമെട്രി ഉണ്ടാവുക. അതായത് ഒരു ലെഗ് കൂടുതൽ ഒരു ലെഗ് കുറവ്, അങ്ങനെ ജോമെട്രിയിൽ എന്തുണ്ടാവുക? അൺസിമെട്രി ഉണ്ടാവുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡിങ്ങിൽ എന്തുണ്ടാവുക? അൺസിമെട്രിക്കൽ ആവുക. അൺസിമെട്രി എന്ന് വെച്ചാൽ എന്താ? ഇപ്പം ഒരു ഭാഗത്ത് W2 മാത്രം, മറ്റേ ഭാഗത്ത് അതിന് ഒന്നുമില്ല. അപ്പോൾ ഇതെന്താണ്? അൺസിമെട്രി ഇൻ ലോഡിംഗ് ആണ്. ഓക്കെ. അപ്പം ഇവിടെയും W2 ഉണ്ടെങ്കിൽ ഇതെന്താണ്? ലോഡിങ്ങിൽ സിമെട്രിക്കലാണ്. കറക്റ്റ് ഇവിടെ ഉള്ള ലോഡ് തന്നെ അവിടെയുണ്ട്. അപ്പോൾ ഇതെന്താണ്? ലോഡിങ്ങിൽ സിമെട്രിക്കലാണ്. പക്ഷേ ഇവിടെ W2 മാത്രമേ ഉള്ളൂ, അവിടെ എന്തില്ല? ലോഡൊന്നുമില്ല. അപ്പോൾ ഇതെന്താണ്? അൺസിമെട്രിക്കൽ ഇൻ ലോഡിംഗ് ആണ്. അപ്പം അതാണ് ഫസ്റ്റത്തെ 2 കാര്യങ്ങൾ, അൺസിമെട്രി ഇൻ ജോമെട്രി ആൻഡ് അൺസിമെട്രി ഇൻ ലോഡിംഗ്. മൂന്നാമത്തെ കാര്യമാണ് എന്ത്? അൺസിമെട്രി ഇൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോളത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്താവുക? ഡിഫറെൻ്റ് ആവുക. ഇത് എ ബി എന്ന് പറയുന്നതിൻ്റെ I1 ആവുക, സി ഡിൻ്റെ I2 ആവുക, വേറൊരു കോളുണ്ട് അതിൻ്റെ എന്താവുക? I3 ആവുക. അങ്ങനെ കോളത്തിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിഫറെൻ്റ് ആണെങ്കിൽ എന്തുണ്ടാവും? സ്വേ ഉണ്ടാവും. അതാണെന്ത്? അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേനെ പറ്റി പറയാനുള്ളത്. ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ട് ഫ്രെയിം തന്നിട്ട് വിത്ത് സ്വേ ആണോ വിത്തൗട്ട് സ്വേ ആണോ എന്ന്. ഓക്കെ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് വിത്ത് സ്വേ ആണോ വിത്തൗട്ട് സ്വേ ആണോ എന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ പറ്റണം. ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ വിത്ത് സ്വേ ആണോ വിത്തൗട്ട് സ്വേ ആണോ എന്നൊന്നും ക്വസ്റ്റ്യനും പറയില്ല. നമ്മൾ കണ്ടിട്ട് എന്ത് മനസ്സിലാക്കണം? അത് വിത്ത് സ്വേ ആണെന്നോ വിത്തൗട്ട് സ്വേ ആണെന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത്? അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേ, അതായത് ലാസ്റ്റ് ടോപ്പിക് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ. അപ്പോൾ ഈ ഫിഗർ എയിൽ W1 എന്ന് പറഞ്ഞൊരു ലോഡ് ഉണ്ട്. പക്ഷേ അതെന്താണ്? കറക്റ്റ് സിമെട്രിയിലാണ് W1 ഉള്ളത്. ഫിഗർ എയിൽ സ്വേൻ്റെ കാരണം എന്താണ്? ഒന്ന് ഈ W2 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലോഡും അതേപോലെ തന്നെ ഈ അൺസിമെട്രി ഇൻ ജോമെട്രി ആണ് എന്ത്? ഫിഗർ എയിൽ സ്വേ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ. പിന്നെ ഈ I1 I2 I3 എന്ന് പറയുന്നത്
മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബി, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സി ഡി, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ബി സി ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അടുത്തതാണ് അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേയിലെ ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ BMD. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം സാധാരണ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇങ്ങനൊരു ഫ്രെയിം അങ്ങോട്ട് തരും. അപ്പം വിത്ത് സ്വേ ആണോ വിത്തൗട്ട് സ്വേ ആണോ എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതിലിപ്പോൾ എന്താണ്, എ ബി എന്ന് പറയുന്നൊരു കോളം, പിന്നെ ബി സി എന്ന് പറയുന്ന ഒരു ബീം, പിന്നെ സി ഡി എന്ന് പറയുന്ന ഒരു കോളം. എ ബിയിൽ എന്തുണ്ട്, ഒരു 40 kN ഉണ്ട്. പിന്നെ എ ബിയിൽ ഒരു 40 kN ഉണ്ട്. എന്ന് 3 മീറ്ററും ബി എന്ന് എന്താണ് 1 മീറ്ററാണ്. ബി സിയിൽ എന്തുണ്ട്, ഒരു 80 kN ഉണ്ട്. ബി എന്ന് 3 മീറ്ററും സി എന്ന് എന്താണ് 3 മീറ്ററാണ്. സി ഡിയിൽ എന്തില്ല, ലോഡൊന്നുമില്ല. അപ്പം ഇതാദ്യം വിത്ത് സ്വേ ആണോ വിത്തൗട്ട് സ്വേ ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ 80 kN കറക്റ്റ് എവിടെയാണ്, സിമെട്രിക്കലായിട്ടാണുള്ളത്. 3 മീറ്ററിലാണ്. അപ്പം കറക്റ്റ് സിമെട്രിക്കൽ അതിനെക്കൊണ്ട് എന്തുണ്ടാവില്ല, സ്വേ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇത് ജോമെട്രിക്കലി എന്താണ്, സിമെട്രിക്കലാണ്. 80 kN നോക്കുകയാണെങ്കിൽ അത് ലോഡ് വൈസ് എന്താണ്, സിമെട്രിക്കലാണ്. ജോമെട്രിക്കലി ഇതെന്താണ്, സിമെട്രിക്കലാണ്. കാരണം എ ബിൻ്റെ ലെങ്ത്ത് 4 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയാണ്, 4 മീറ്ററാണ്. അതേപോലെ ഇതെന്താണ്, കറക്റ്റ് ലോഡ് കറക്റ്റ് സെൻട്രലാണ്. അപ്പോൾ ലോഡ് വൈസ് എന്താണ്, സിമെട്രിക്കലാണ്. പക്ഷേ ഈ 40 kN എന്ന് പറയുന്നത് എന്തില്ല, ഇതെന്തല്ല, ഇത് സിമെട്രിക്കൽ അല്ല. ഇവിടെ 40 kN മാത്രമായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. 40 kN അതേപോലെ തന്നെ എന്ന് 3 മീറ്ററും ബി എന്താണ് 1 മീറ്ററുമാണ്. അപ്പോൾ ഈ 40 kN കാരണം കൊണ്ട് ഇതിലെന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ്, വിത്ത് സ്വേൻ്റെ പ്രോബ്ലമാണ്. ഇനി ഇതെങ്ങനെ അനാലിസിസ് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. എന്താ ചേഞ്ച് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സാധാരണ നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണാം. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണുമ്പം ഇപ്പം മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ലോഡുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പം, അതായത് കോളത്തിൽ ലോഡ് വരുമ്പം കോളത്തിന് നമ്മൾ എങ്ങനെ വ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വേണം വ്യൂ ചെയ്യാൻ. കോളത്തിൽ ലോഡ് വരുമ്പം കോളത്തിന് നമ്മൾ എങ്ങനെ വ്യൂ ചെയ്യണം, ഇങ്ങനെ വേണം വ്യൂ ചെയ്യാൻ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കണം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, കോളത്തിനെ നോക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പം കോളത്തിൽ ഈ കോളത്തിന് നമ്മൾ ആദ്യം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണണം. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എയും ബി ഒക്കെ എന്താവും, ചേഞ്ച് ആവും. അപ്പോൾ എപ്പോഴും കോളം ഉണ്ടാകുമ്പം ഈ എ എന്ന് പറയുന്നത് ലെഫ്റ്റ് സപ്പോർട്ടും ബി എന്താവണം, റൈറ്റ് സപ്പോർട്ടും ആവണം. അപ്പോൾ എ ബി എന്ന് പറയുന്ന കോളം എ എന്താവണം, ഇവിടെ നിന്ന് നോക്കുമ്പം എ ലെഫ്റ്റ് സപ്പോർട്ട്, ബി എന്തായിരിക്കും, റൈറ്റ് സപ്പോർട്ടും ആയിരിക്കും. ലോഡ് വരുന്ന കേസിൽ എപ്പോഴും ഈ ഒരു സൈഡിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, കോളത്തിനെ നോക്കാൻ. അപ്പം എ എന്തായിരിക്കും, ലെഫ്റ്റ് സപ്പോർട്ട്, ബി എന്തായിരിക്കും, റൈറ്റ് സപ്പോർട്ടും ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചത്. ഇനി അതിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണ്. ഇപ്പോൾ ഈ കോളം എ ബി ഞാൻ എന്ത് ചെയ്താണ്, ഈ കോളം എ ബിനെ നേരെ ഇങ്ങനെ ചരിച്ചിട്ട് മാർക്ക് ചെയ്താണ് ഇവിടെ. അപ്പോൾ കോളം എ ബിയിൽ എ എന്താണ്, ലെഫ്റ്റ് സപ്പോർട്ട്, ബി എന്താണ്, റൈറ്റ് സപ്പോർട്ടുമാണ്. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എ ബിനെ ഇങ്ങനെ മാർക്ക് ചെയ്തതേ ഉള്ളൂ. എ ഓൺ ലെഫ്റ്റ് സപ്പോർട്ടും ബി ഓൺ റൈറ്റ് സപ്പോർട്ടും. ഓക്കെ, ഇനി അപ്പോൾ ഇത് ആലോചിച്ച് വെക്കുക. ലോഡ് വരുന്ന സമയത്ത് 40 kN ലോഡ് ഇവിടുന്ന് വരുമ്പോൾ ലോഡ് വരുന്ന സമയത്ത് എങ്ങനെ വേണം വ്യൂ ചെയ്യാൻ, ഇങ്ങനെ വേണം വ്യൂ ചെയ്യാൻ. അപ്പം എ അല്ലെങ്കിൽ ലെഫ്റ്റ് സപ്പോർട്ട് ഇവിടെയും റൈറ്റ് സപ്പോർട്ട് ഇവിടെ ആയിരിക്കണം, ഇവിടെ ആയിരിക്കും. അപ്പം എ എന്ന് പറയുന്നത് ലെഫ്റ്റ് സപ്പോർട്ട്, ബി എന്ന് പറയുന്നത് റൈറ്റ് സപ്പോർട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണ്. അപ്പം എ ബിയിൽ 40 kN, എ എന്ന് പറയുന്നത് ഫസ്റ്റ് എ എന്നുള്ള ഡിസ്റ്റൻസ് 3 മീറ്ററും ബി എന്ന് എത്രയാണ്, 1 മീറ്ററുമാണ്. ഇനി എയിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണെന്ത്, എം എഫ് ഓഫ് എ ബിയും ബിയിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണെന്ത്, എം എഫ് ഓഫ് ബി എയും. എം എഫ് ഓഫ് എ ബി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, മൈനസ് എം എഫ് ഓഫ് എ ബി അതിനെക്കൊണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ മൈനസ് ഡബ്ല്യു ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എ എന്താണ്, 3 മീറ്റർ. അല്ലെങ്കിൽ ഇത് പഠിച്ചേക്കാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് അറ്റ് ഡിസ്റ്റൻസ് എ ആൻഡ് ഡിസ്റ്റൻസ് ബി ആകുമ്പം എം എഫ് ഓഫ് എ ബി എയിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ലോഡ് ഇൻറ്റു അടുത്തുള്ള ഡിസ്റ്റൻസ്, എൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസ് എന്താ, സ്മോൾ എ, ഇൻറ്റു ദൂരമുള്ള ഡിസ്റ്റൻസ് ബി, അതിൻ്റെ സ്ക്വയർ, ദൂരമുള്ളതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഈക്വൽ ടു ഡബ്ല്യു എത്രയാണ്, 40. അപ്പോൾ -40 ഇൻറ്റു എ എത്രയാണ്, 3. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസ്റ്റൻസ്, എ എന്ന് പറയുന്നത് 3 ഇൻറ്റു ബി എത്രയാണ്, 1. അപ്പോൾ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ, എൽ എത്രയാണ്, 4. അപ്പോൾ 4 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -7.5 kN മീറ്റർ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, എം എഫ് എഫ് ബി എ, അതെന്താണ്, ലോഡ് ഡബ്ല്യു ഇൻറ്റു ബീൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസ്. എം എഫ് എഫ് ബി എന്ന് വെച്ചാൽ ബിയിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് അല്ലേ. അപ്പം ബീൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസ് സ്മോൾ ബി ഇൻറ്റു ദൂരമുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അപ്പം എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ലോഡ് 40 ഇൻറ്റു ബി എത്രയാണ്, 1, എ എത്രയാണ്, 3. അപ്പോൾ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത്ത് എത്രയാണ്, 4 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 22.5 kN മീറ്റർ കിട്ടും. അപ്പം എം എഫ് ഓഫ് എ ബി ആയി, എം എഫ് ഓഫ് ബി ആയി. കോളം വരുമ്പം
മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം വ്യൂ ചെയ്യാൻ. അപ്പം എ ഓൺ ലെഫ്റ്റ് സപ്പോർട്ടും ബി ഓൺ റൈറ്റ് സപ്പോർട്ടും കിട്ടും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വരച്ചാൽ ചെറിയൊരു ചെരിവുണ്ട്, അത് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനൊക്കെ വരയ്ക്കുക. ക്വസ്റ്റ്യൻ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും, കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇത് ചെരിഞ്ഞിട്ടല്ല ഫ്രെയിം, ഞാൻ വരച്ചപ്പോഴുള്ള ചെരിവാണ് അത്. എന്താണ് ക്വസ്റ്റ്യനിലുള്ള ചെരിവല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. അടുത്തത് എന്താണ്, സ്പാൻ ബി സി. സ്പാൻ ബി സിയിൽ ലോഡ് എന്താണ്, 80 kN ആണ്. കറക്റ്റ് ഹാഫിലാണ്. 6 മീറ്റർ ആണ് സ്പാന്, 3 മീറ്ററിലാണ് എന്തുള്ളത്, 80 kN ലോഡ് ഉള്ളത്. എം എഫ് എഫ് ബി സിയും എം എഫ് എഫ് സി ബിയും കാണാം. എം എഫ് എഫ് ബി സി എന്താ, -WL/8 മൈനസ് ഇൻറ്റു W എത്രയാണ് 80 ഇൻറ്റു ലെങ്ത് എത്രയാണ് 6 ഡിവൈഡഡ് ബൈ 8 -60 kN മീറ്റർ എന്ന് കിട്ടും. അടുത്തെന്താണ് എം എഫ് എഫ് സി ബി +WL/8 ആണ്. അപ്പം 80 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും, 60 kN മീറ്റർ എന്ന് കിട്ടും. ഇനിയുള്ള പോർഷൻ സി ഡി ആണ്. സി ഡിയിൽ എന്തില്ല, ലോഡൊന്നുമില്ല. ലോഡൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പം എം എഫ് എഫ് സി ഡി ഈക്വൽ ടു എം എഫ് എഫ് ഡി സി ഈക്വൽ ടു എന്താണ്, 0 ആണ്. ലോഡൊന്നുമില്ല, അതിനെക്കൊണ്ട് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, എക്സാമിന് ഇങ്ങനെ നോ ലോഡിങ് എഴുതണമെന്നില്ല, ജസ്റ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് 0 എന്ന് എഴുതിയാൽ മതി. എം എഫ് എഫ് സി ഡി ഈക്വൽ ടു എം എഫ് എഫ് ഡി സി ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇനി അടുത്തെന്താണ്, സ്റ്റെപ്പ് 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതുക. ഓരോ എ ബിക്കും ബി സിക്കും സി ഡിക്കും എന്ത് ചെയ്യുക, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതുക. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനാണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം എന്തെടുക്കുക, എം എ ബി എടുക്കുക. എ ബി സ്പാനിൽ എയിലുള്ള മൊമെൻ്റാണ് എന്ത്, എം എ ബി. ഓക്കെ, എന്താ ഇക്വേഷൻ വരിക, എം എഫ് എഫ് എ ബി പ്ലസ് 2EI/L ഇൻറ്റു 2θA പ്ലസ് θB മൈനസ് 3δ/L. എം എഫ് എഫ് എ ബി എന്താണ്, -7.5 ആണ്. പ്ലസ് 2EI ഇൻറ്റു ഐ എന്താണ്, ഐ എന്നാണ്. അപ്പോൾ 2EI ഡിവൈഡഡ് ബൈ ലെങ്ത് എന്താണ് 4 ഇൻറ്റു θA എന്താണ് 0 ആണ്. കാരണം എന്താണ്, ഫിക്സഡ് സപ്പോർട്ട്. ഫിക്സഡ് സപ്പോർട്ട് പ്ലസ് θB θB എന്താണ്, ജോയിൻ്റ് ആണ്. അപ്പോൾ θB ഉണ്ടാവും മൈനസ് 3δ/L. ഇവിടെ എന്തുണ്ടാവും, ഡെൽറ്റയ്ക്ക് വാല്യൂ ഉണ്ടാവും. കാരണം എന്താണ്, വിത്ത് സ്വേ ആണ്. അപ്പോൾ ഡെൽറ്റയ്ക്ക് എന്തുണ്ടാവും, വാല്യൂ ഉണ്ടാവും. അപ്പോൾ 3δ/, ലെങ്ത് എത്രയാണ് 4, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -7.5 പ്ലസ് 2EI/4 ഇൻറ്റു θB എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, EI/2 θB എന്ന് കിട്ടും. മൈനസ് ഈ 2EI/4 എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, -3EIδ/8 എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പം. ഓക്കെ, അതാണ് എം എ ബി. അതേപോലെ തന്നെ അടുത്ത എന്താണ്, എം ബി എ. എം ബി എ എന്ന് പറയുമ്പം എ ബി സ്പാനിൽ ബിയിലുള്ള മൊമെൻ്റാണ് എന്ത്, എം ബി എ. ഡയറക്ഷന് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇതാണ് എം ബി എ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാർക്ക് ചെയ്താൽ കേട്ടോ, അതാണ് എം ബി എ എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ എം എ ബി എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാവുക. എം ബി എ ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുക. എ ബി സ്പാനിൽ ബിയിലും എം എ ബി എവിടെ ഉണ്ടാവുക, എ ബി സ്പാനിൽ എയിലും. ഓക്കെ, അടുത്തെന്താണ് എം ബി എ. എം ബി എ എന്താ ഇക്വേഷൻ, എം എഫ് എഫ് ബി എ പ്ലസ് 2EI/L ഇൻറ്റു 2θB പ്ലസ് θA മൈനസ് 3δ/L. എം ബി എ ഇതേപോലെ തന്നെ എം എഫ് എഫ് ബി എത്രയാണ്, 22.5 പ്ലസ് 2EI ഐ എന്താണ്, ഐ എന്നതിനെ കൊണ്ട് 2EI ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണ് 4. അപ്പോൾ 2EI/4 ഇൻറ്റു 2θB പ്ലസ് θA എന്താണ് 0, കാരണം എന്താ, ഫിക്സഡ് സപ്പോർട്ട്. മൈനസ് 3δ/L. L എന്താണ് 4, ഡെൽറ്റയ്ക്ക് എന്തുണ്ടാവും, വാല്യൂ ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണ്, ഇത് വിത്ത് സ്വേ ഉള്ള കേസാണ്. അപ്പോൾ 3δ/4. അടുത്ത സ്റ്റെപ്പിൽ 22.5 പ്ലസ് സിംപ്ലിഫൈ ചെയ്യുമ്പം EI θB മൈനസ് 3EIδ/8 എന്ന് വരും. അതിനെന്ത് കൊടുക്കുക, ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എം എ ബി ആയി, എം ബി എ ആയി. ഇതെന്താണ്, എ ബി എന്ന് പറയുന്ന കോളത്തിലുള്ള രണ്ട് മൊമെൻ്റ് ആണെന്ത്, എം എ ബിയും അതേപോലെ തന്നെ എം ബി എ. എന്ത് സൈൻ വേണമെങ്കിലും ആവാം, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. ഇനി അടുത്തെന്താണ് എം ബി സി. എം ബി സി എന്ന് പറയുന്നത് എന്താണ്, എം ബി സി എന്ന് പറയുന്നത് എന്താണ്, എം എഫ് എഫ് ബി സി പ്ലസ് 2EI/L ഇൻറ്റു 2θB പ്ലസ് θC മൈനസ് 3δ/L. എം എഫ് എഫ് ബി സി എത്രയാണ്, -60 പ്ലസ് 2EI, ഐ എത്രയാണ് 2i. അപ്പോൾ 2e ഇൻറ്റു 2i ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ് 6 ഇൻറ്റു 2θB. ഇത് ജോയിൻ്റ് ആണ്, അപ്പോൾ എന്തുണ്ടാവും, θB ഉണ്ടാവും. ഇതും ജോയിൻ്റ് ആണ്, അപ്പോൾ എന്തുണ്ടാവും, θCയും ഉണ്ടാവും. മൈനസ് 3δ/L. ബീമിൽ ഡെൽറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കോളത്തിൽ മാത്രമാണ് എന്തുണ്ടാവുക, സ്വേ ഉണ്ടാവുക. കോളത്തിൽ മാത്രമാണ് എന്തുണ്ടാവുക, സ്വേ ഉണ്ടാവുക. എൻഡ് ഓഫ് ദ കോളത്തിൻ്റെ എൻഡിലുള്ള മൂവ്മെൻ്റ് ആണ് എന്ത്, സൈഡ് മൂവ്മെൻ്റ് ആണ് എന്ത്, സ്വേ എന്ന് പറയുന്നത്. അതാണ് ബീമിൽ എന്തില്ല, സ്വേ ഇല്ല. അപ്പോൾ ബീമിൽ സ്വേൻ്റെ വാല്യൂ, ഡെൽറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ബീമിൽ ഡെൽറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം MBC ബീമാണ്. അപ്പം MBCയിൽ സ്വേൻ്റെ ഡെൽറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ആദ്യം നമ്മൾ എഴുതിയത് എന്താണ്, കോളമാണ്, MABയും MBAയും. അപ്പോൾ കോളത്തിൽ എന്തുണ്ടാവും, ഡെൽറ്റ ഉണ്ടാവും. അതാണ് MABയിലും ഡെൽറ്റൻ്റെ ടേം, MBAയിലും ഡെൽറ്റൻ്റെ ടേം. പിന്നെ അടുത്ത എഴുതിയത് എന്താണ്, MBC ആണ്. MBCയിൽ ഡെൽറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -60 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4/3 EA തീറ്റ ബി പ്ലസ് 2/3 EA തീറ്റ സി എന്ന് കിട്ടും. അതിനെന്ത് കൊടുക്കുക, ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. അടുത്തെന്താണ്, MCB. അടുത്തെന്താണ്, MCB ഈക്വൽ ടു MF ഓഫ് CB പ്ലസ് MCB എന്ന് പറയുമ്പം MBC എവിടെ ഉണ്ടാവുക, ഇവിടെയാണ് ഉണ്ടാവുക, MBC. അടുത്തെന്താണ്, MCB എവിടെ ഉണ്ടാവുക, ഇവിടെയാണ് ഉണ്ടാവുക, MCB ഈക്വൽ ടു MF ഓഫ് CB പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ സി. ഫസ്റ്റ് സി ആയതുകൊണ്ട് 2 തീറ്റ സി പ്ലസ് തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ/L. MF ഓഫ് CB എത്രയാണ്, 60 പ്ലസ് 2E ഇൻറ്റു I എന്താണ്, 2I ഡിവൈഡഡ് ബൈ ലെങ്ത് എന്താണ്, 6. BC സ്പാനിൻ്റെ ലെങ്ത് എത്രയാണ്, 6 ഇൻറ്റു 2 തീറ്റ സി. സി ഫസ്റ്റ് ഉള്ളതിനെ കൊണ്ട് 2 തീറ്റ സി പ്ലസ് തീറ്റ ബി മൈനസ് BCയും CB എന്താണ്, ബീമെന്നാണ്. അപ്പോൾ ഡെൽറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് അവിടെ കാണിച്ചത്. ഈക്വൽ ടു 60 പ്ലസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4/3 EA തീറ്റ സി പ്ലസ് 2/3 EA തീറ്റ ബി എന്ന് കിട്ടും. അതിനെന്ത് കൊടുക്കുക, ഇക്വേഷൻ 4 എന്ന് കൊടുക്കുക. അപ്പം വിത്ത് സ്വേൽ എന്താ ആലോചിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളത്തിൽ എന്തുണ്ടാവും, ഡെൽറ്റൻ്റെ ടേം ഉണ്ടാവും. ബീമിൽ എന്തുണ്ടാവില്ല, ഡെൽറ്റൻ്റെ ടേം ഉണ്ടാവില്ല. കാരണം കോളത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ശരിക്കും സ്വേ. കോളത്തിൻ്റെ എൻഡിൻ്റെ സൈഡ് മൂവ്മെൻ്റ് ആണ് എന്ത്, സ്വേ. അപ്പം MAB MBAയിൽ എന്തുണ്ടാവും, ഡെൽറ്റ ഉണ്ടാവും. MBC MCBയിൽ എന്തുണ്ടാവില്ല, ഡെൽറ്റ ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കിയൊക്കെ സാധാരണ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഇനി അടുത്ത് എന്തും കൂടെ എഴുതാണ്ട്, MCDയും അതേപോലെ തന്നെ MDC എഴുതാണ്ട്. MCD എന്ന് പറയുന്ന മൊമെൻറ്റ് സിയിലുള്ള മൊമെൻ്റാണ്. അപ്പം MCD എങ്ങനെ വരും, അപ്പം എങ്ങനെ വരും എന്ന് വിചാരിക്കാം. MCD എങ്ങനെ വേണമെങ്കിലും വരാം, ഇപ്പം എങ്ങനെ വരും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം MCD എഴുതണം, അതേപോലെ തന്നെ എന്ത് എഴുതണം, MDC എഴുതണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തതാണ് MCD. അതായത് CD സ്പാനിൽ സിയിലുള്ള മൊമെൻ്റാണ് എന്ത്, MCD. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താണ് MCD എവിടെ ഉണ്ടാവും എന്നുള്ളത്. MCD ഈക്വൽ ടു MF ഓഫ് CD പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ സി പ്ലസ് തീറ്റ ഡി മൈനസ് 3 ഡെൽറ്റ/L. MF ഓഫ് CD എന്താണ്, 0 പ്ലസ് 2EI, I എന്താണ്, I ആണ്. അപ്പോൾ 2EI/ ലെങ്ത് എത്രയാണ്, 4. ഇത് 4 ആണെങ്കിൽ ഇതും എന്തായിരിക്കും, 4 ആയിരിക്കും. ഓക്കെ, 2EI/4 ഇൻറ്റു 2 തീറ്റ സി പ്ലസ് തീറ്റ ഡി എന്താണ്, 0. കാരണം എന്താ, ഫിക്സഡ് സപ്പോർട്ട് മൈനസ് 3 ഡെൽറ്റ/4. അടുത്ത സ്റ്റെപ്പിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EI തീറ്റ സി മൈനസ് 3/8 EI ഡെൽറ്റ എന്ന് കിട്ടും. അതിനെന്ത് കൊടുക്കുക, ഇക്വേഷൻ 5 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ത് കാണണം, MDC കാണണം. CD സ്പാനിൽ ഡിയിലുള്ള മൊമെൻ്റ് ആണെന്ത്, MDC ഈക്വൽ ടു എന്താണ്, MF ഓഫ് DC പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ ഡി പ്ലസ് തീറ്റ സി മൈനസ് 3 ഡെൽറ്റ/L. നമ്മുടെ സാധാ ഇക്വേഷൻ. MDC ഈക്വൽ ടു MF ഓഫ് DC എന്താണ്, 0 ഫിക്സഡ് സപ്പോർട്ട് അതിനെ കൊണ്ട് പ്ലസ് 2EI/ ലെങ്ത് എന്താണ്, 4. ലെങ്ത് എന്താണ്, 4 പ്ലസ് 2EI/4 ഇൻറ്റു 2 തീറ്റ ഡി എന്താണ്, 0 പ്ലസ് തീറ്റ സി എന്താണ്, തീറ്റ സി തന്നെ മൈനസ് 3 ഡെൽറ്റ/ ലെങ്ത് എത്രയാണ്, 4. അടുത്ത സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2EI/4 ഇൻറ്റു തീറ്റ സി മൈനസ് 3 ഡെൽറ്റ/4 എന്ന് കിട്ടും. അതും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, MDC ഈക്വൽ ടു EI/2 തീറ്റ സി മൈനസ് 3/8 EI ഡെൽറ്റ എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ 6 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 6 ഇക്വേഷൻസ് ആയി. സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ ബീമിലുള്ള പോർഷനിൽ എന്തുണ്ടാവില്ല, ഡെൽറ്റയ്ക്ക് വാല്യൂ ഉണ്ടാവില്ല, ഡെൽറ്റ 0 ആയിരിക്കും. കോളത്തിൽ എന്തുണ്ടാവും, ഡെൽറ്റ ഉണ്ടാവും. അപ്പം AB ആൻഡ് BAയിൽ എന്തുണ്ടാവും, MAB MBAയിൽ എന്തുണ്ടാവും, ഡെൽറ്റ ഉണ്ടാവും. MCD ആൻഡ് MDCയിൽ എന്തുണ്ടാവും, ഡെൽറ്റയ്ക്ക് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അത് ആലോചിച്ച് വെക്കുക. അതാണ് ഒരു ചേഞ്ച് സ്വേൽ അനാലിസിസിൽ. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് എന്ത് സോൾവ് ചെയ്യണം, EI തീറ്റ ബി, EI തീറ്റ സി, അതേപോലെ തന്നെ EI ഡെൽറ്റ. ആ 3 അൺനോൺസിന് എന്ത് ചെയ്യണം, ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതിയിട്ട് കണ്ടുപിടിക്കണം. EI തീറ്റ സി, EI ഡെൽറ്റ, പിന്നെ മുന്നുള്ള ഇക്വേഷൻസിലുള്ള EI തീറ്റ ബി. EI തീറ്റ ബി, EI തീറ്റ സി ആൻഡ് EI ഡെൽറ്റ എന്ത് ചെയ്യണം,
നമ്മൾ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യണം. അതാണ് എന്ത് അടുത്ത സ്റ്റെപ്പ്. അപ്പം സ്റ്റെപ്പ് 3 ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ചെയ്യലാണ് എന്ത് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ തീറ്റ ബി ഉണ്ടാവും, അതേപോലെ തന്നെ തീറ്റ സി ഉണ്ടാവും. ഇത് രണ്ടും എന്താണ് ജോയിൻ്റ് ആണ്. തീറ്റ എ തീറ്റ ഡി എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പം അൺനോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ ബി തീറ്റ സി, പിന്നെ ഡെൽറ്റ ഉള്ളതിനെ കൊണ്ട് ഇ ഐ ഡെൽറ്റ, അങ്ങനെ 3 അൺനോൺസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻസ് വേണ്ടി വരും സോൾവ് ചെയ്യാൻ? 3 ഇക്വേഷൻസ് വേണ്ടി വരും സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പിൽ തേർഡ് സ്റ്റെപ്പ് ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ. അൺനോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം എന്താ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ? സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ജോയിൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൽ ജോയിൻറ്റ് ബി ജോയിൻറ്റ് സി രണ്ട് ജോയിൻറ്റ്സ് ഉള്ളത്. സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ജോയിൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആദ്യം എന്ത് കൺസിഡർ ചെയ്യുക? ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്യുക. അപ്പം ജോയിൻറ്റ് ബിയിൽ സം ഓഫ് മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു മൊമെൻറ്റ് എന്താണ്? എം ബി എ, പിന്നെ ഉള്ളൊരു മൊമെൻറ്റ് എന്താണ്? എം ബി സി. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 0 കിട്ടണം. അതാണ് എന്ത് ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. എം ബി എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22.5 പ്ലസ് ഇ ഐ തീറ്റ ബി മൈനസ് 3/8 ഇ ഐ ഡെൽറ്റ പ്ലസ് എം ബി സി എന്താണ്? -60 പ്ലസ് 4/3 ഇ ഐ തീറ്റ ബി പ്ലസ് 2/3 ഇ ഐ തീറ്റ സി. രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 0 കിട്ടണം. ആദ്യം നമ്പേഴ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -37.5 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇ ഐ തീറ്റ ബിൻ്റെ ടേംസ് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്ത് ആഡ് ചെയ്യുക? ഇ ഐ തീറ്റ സിൻ്റെ ടേംസ് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ 7/3 ഇ ഐ തീറ്റ ബി പ്ലസ് 2/3 ഇ ഐ തീറ്റ സി, പിന്നെ ഡെൽറ്റൻ്റെ ടേംസ് ആഡ് ചെയ്യാം. ലൈക്ക് ടേംസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പം -3/8 ഇ ഐ ഡെൽറ്റ എന്ന് കിട്ടും. -37.5 എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഈക്വൽ ടു +37.5 എന്നാവും. സിംപ്ലിഫൈ നോക്കിയാൽ മതി. ഓക്കെ, അതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ 7 കൊടുക്കുക. അപ്പോൾ ഇ ഐ തീറ്റ ബി ഇ ഐ തീറ്റ സി ഇ ഐ ഡെൽറ്റ നമ്പർ എന്ത് ചെയ്യുക? ഈക്വൽ ടു സൈഡിന് അപ്പുറത്ത് കൊണ്ടുപോകുക. നമ്മുടെ സാധാ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറിന് എന്ത് ചെയ്യുക? ഈക്വൽ ടു സൈഡിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. എക്സ് വൈ സെഡിന് പകരം ഇ ഐ തീറ്റ ബി ഇ ഐ തീറ്റ സി ഡെൽറ്റ. ഫസ്റ്റ് തീറ്റ ബി, പിന്നെ തീറ്റ സി, പിന്നെ ഡെൽറ്റ. ആ ഒരു ഫോർമാറ്റിൽ എഴുതുക. അടുത്ത് എന്തെടുക്കുക? ജോയിൻറ്റ് സി എടുക്കുക. ജോയിൻറ്റ് സിയിൽ എന്താണ്? സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് സി എന്താണ്? 0 ആയിരിക്കും. സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് ജോയിൻറ്റ് സി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എം സി ബി പ്ലസ് എം സി ഡി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. എം സി ബി എന്താണ്? 60 പ്ലസ് 2/3 ഇ ഐ തീറ്റ ബി. എം സി ബി പ്ലസ് എം സി ഡി എന്താണ്? 60 പ്ലസ് 2/3 ഇ ഐ തീറ്റ ബി പ്ലസ് 4/3 ഇ ഐ തീറ്റ സി പ്ലസ് ഇ ഐ തീറ്റ സി മൈനസ് 3/8 ഇ ഐ ഡെൽറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. എം സി ബിൻ്റെ എം സി ഡിൻ്റെ ഒക്കെ വാല്യൂസ് എവിടെ ഉണ്ട്? സ്റ്റെപ്പ് 2-ലുണ്ട്. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുക. നമ്പേഴ്സ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീറ്റ ബിൻ്റെ ടേംസ് ആഡ് ചെയ്യുക, തീറ്റ സിൻ്റെ ടേംസ് ആഡ് ചെയ്യുക. +16 എന്ത് ചെയ്യുക? ഈക്വൽ ടു സൈഡിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? -60. ഇ ഐ തീറ്റ ബിൻ്റെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/3 ഇ ഐ തീറ്റ ബി. ഇ ഐ തീറ്റ സിൻ്റെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7/3 ഇ ഐ തീറ്റ സി. ഇ ഐ ഡെൽറ്റൻ്റെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -3/8 ഇ ഐ ഡെൽറ്റ. അപ്പം ഇക്വേഷൻ എന്ത് വരും? 2/3 ഇ ഐ തീറ്റ ബി പ്ലസ് 7/3 ഇ ഐ തീറ്റ സി -3/8 ഇ ഐ ഡെൽറ്റ ഈക്വൽ ടു -60 എന്ന് വരും. ഓക്കെ, തീറ്റ ബിൻ്റെ ഒരു ടേമേ ഉള്ളൂ. തീറ്റ സിൻ്റെ 2 ടേംസ് ഉണ്ട്. പിന്നെ 3/8 ഇ ഐ ഡെൽറ്റ ഒറ്റ ടേമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് കൊടുക്കുക? ഇക്വേഷൻ 8 എന്ന് കൊടുക്കുക. നമ്പറിൻ്റെ ഈക്വൽ ടു സൈഡിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അതിന് ഇക്വേഷൻ 8 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 അൺനോൺസ് ഉണ്ട്. ഒന്ന് തീറ്റ ബി, ഒന്ന് തീറ്റ സി, ഒന്ന് ഇ ഐ ഡെൽറ്റ. ഇ ഐ തീറ്റ ബി ഇ ഐ തീറ്റ സി ആൻഡ് ഇ ഐ ഡെൽറ്റ 2 ഇക്വേഷൻസ് ആയി. ഇനി ഒരു ഇക്വേഷനും കൂടി ഫോം ചെയ്യണം. ആ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യുന്നുള്ളതാണ് അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേയിലുള്ള സാധാ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചേഞ്ച്. ഓക്കെ, ഈ ഡെൽറ്റൻ്റെ ടേമിന് വേണ്ടിയിട്ട് ഇക്വേഷൻ പുതിയൊരു ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യുന്നുള്ളതാണ് ഇതിൽ വരാൻ പോണ ചേഞ്ച്. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇക്വേഷൻസ് കിട്ടി. ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്തപ്പം 2 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 7 and 8. ഇനി ഒരു ഇക്വേഷൻ കൂടി വേണം. കാരണം 3 അൺനോൺസ് ഉണ്ട്. ഇ ഐ തീറ്റ ബി ഇ ഐ തീറ്റ സി ആൻഡ് ഇ ഐ ഡെൽറ്റ 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ ഒരു ഇക്വേഷൻ കൂടി വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളംസിൻ്റെ ഈ ഫ്രെയിമിൻ്റെ കോളംസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യാം. കോളംസിൻ്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യാം. അപ്പോൾ കോളംസിൻ്റെ എടുക്കുമ്പം എയിൽ എന്താണ്? ഫിക്സഡ് സപ്പോർട്ടാണ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ ഒരു ഹൊറിസോണ്ടൽ ഉണ്ടാവും. വെർട്ടിക്കലിന് വി എന്ന് കൊടുക്കുക, ഹൊറിസോണ്ടലിന് എന്ത് കൊടുക്കുക? എച്ച് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഡിയിൽ എന്തുണ്ടാവും? ഒരു ഹൊറിസോണ്ടൽ ആൻഡ് ഒരു വെർട്ടിക്കൽ. അപ്പം ഡിയിലുള്ളതിനെ കൊണ്ട് ഹൊറിസോണ്ടലിന് എച്ച് ഡിയും വെർട്ടിക്കലിന് എന്ത് കൊടുക്കുക? വി ഡി എന്നും കൊടുക്കുക. ഓക്കെ,
പിന്നെ എന്തുണ്ട് 40 kN ലോഡ് ഉണ്ട്. എല്ലാവർക്കും ഫ്രീ ബോഡി ഡയഗ്രം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. ഫോഴ്സ് കാണിക്കുന്നതാണ് എന്ത് ഫ്രീ ബോഡി ഡയഗ്രം. 40 kN ഉണ്ട്. എ എന്ന് എത്രയാണ് 3 മീറ്ററും ബി എന്ന് എത്രയാണ് 1 മീറ്ററും. പിന്നെ മൊമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. മൊമെൻറ്റ്സ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് വേണം എല്ലാ മൊമെൻറ്റ്സും കൺസിഡർ ചെയ്യാൻ. എന്താണോ വാല്യൂ കിട്ടുന്നത് അത് നോക്കണ്ട. മൊമെൻറ്റ്സിൽ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് മാർക്ക് ചെയ്യുക, ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അത് പ്ലസ് സൈൻ കിട്ടാൻ ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പം MAB എന്തെടുക്കുക, ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യുക. MBA അതേപോലെ ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യുക. MCD ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യുക. MDC എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. ഈ ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. ഈ ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പം സം ഓഫ് ഹൊറിസോണ്ടൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുന്ന പറയുമ്പോൾ സം ഓഫ് ഹൊറിസോണ്ടൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തൊക്കെയാണ്, ഒന്ന് HA, രണ്ടാമത്തെ HD. അപ്പം HA + HD, പിന്നെ എന്തുണ്ട് അതേ സൈഡിലേക്ക് ഒരു 40 ഉണ്ട്. അപ്പോൾ HA + HD + 40 ഈക്വൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, HA + HD + 40 ഈക്വൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഞാൻ എന്തെടുത്തു, ഇക്വേഷൻ 9 എന്ന് എടുത്തു. ഓക്കെ, ഇനി ഈ HA/HD കണ്ടുപിടിക്കണം. HA/HD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഫ്രെയിമിൻ്റെ ടോപ്പ് ജോയിൻസിലേക്ക് എന്തെടുക്കുക, മൊമെൻ്റ് എടുക്കുക. ഈ ഒരു കോളത്തിൻ്റെ ടോപ്പ് ജോയിൻസിലേക്ക് എന്തെടുക്കുക, മൊമെൻ്റ് എടുക്കുക. അതാണ് ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചത്. ആദ്യം സ്പാൻ ABൻ്റെത് എടുക്കുമ്പം എന്ത് വരും, MAB എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, ആദ്യം എന്തുണ്ട്, HA ഉണ്ട്. ബിയിലേക്ക് എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം -HA ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര ഉള്ളത്, 4, -HA × 4. പിന്നെ എന്തുണ്ട്, 40 kN ഉണ്ട്. അതും ബിയിലേക്ക് എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം -40 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, ബിയിലേക്ക് 1, പ്ലസ് MAB എന്താണ്, ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ പ്ലസ് MAB. അതേപോലെ തന്നെ MBA നമ്മൾ കൺസിഡർ ചെയ്ത് എന്താണ്, ക്ലോക്ക് വൈസ് ആണ്. അപ്പം പ്ലസ് MBA, MAB + MBA. ഓക്കെ, ഈക്വൽ ടു 0. ഇതിന് MAB + MBA ഈക്വൽ ടു എന്ത് കിട്ടും, 40 + 4HA എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിന് HA എന്ത് കിട്ടും, MAB + MBA -40 / 4 എന്ന് കിട്ടും, HA. ഓക്കെ, അതേപോലെ തന്നെ എന്തും കൂടി കണ്ടുപിടിക്കണം, HDയും കൂടി കണ്ടുപിടിക്കണം. HD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്പാൻ CD-ൻ്റെ മൊമെൻ്റ് എടുക്കുക എങ്ങോട്ടേക്ക്, ടോപ്പ് ജോയിൻറ്റിലേക്ക്. അപ്പോൾ എന്ത് കിട്ടും, -HD ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര, 4, പ്ലസ് MDC + MCD ഈക്വൽ ടു 0. സം ഓഫ് മൊമെൻ്റ് അബൌട്ട് C ഈക്വൽ ടു 0. അതാണ് ചെയ്തത്. -HD ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, 4. അപ്പോൾ -HD × 4 പ്ലസ് MDC + MCD ഈക്വൽ ടു 0. അപ്പോൾ HD എന്ത് കിട്ടും, MCD + MDC / 4 എന്ന് കിട്ടും. ഓക്കെ, നമുക്കൊരു EA ഡെൽറ്റ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കൂടി വേണം. സ്വേ ഉള്ള ക്വസ്റ്റ്യൻ അതിനെക്കൊണ്ട് ഡെൽറ്റക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം HA ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടി, HD ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടി. ഇനി രണ്ടും കൂടി എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, EA∠θB, EA∠θC, EA ഡെൽറ്റയിൽ എന്ത് കിട്ടും, ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനും മുന്നേ കിട്ടിയ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക, EA∠θB, EA∠θC ആൻഡ് EA ഡെൽറ്റ. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പം അടുത്ത് എന്ത് ചെയ്യണം, HA/HDനെ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇക്വേഷൻ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൽ വെർട്ടിക്കൽ ഫോഴ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. എന്താ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം സം ഓഫ് ഹൊറിസോണ്ടലാണ് എപ്പോഴും എടുക്കുക. അപ്പം HA + HD + 40 ഈക്വൽ ടു 0. വെർട്ടിക്കൽ കാരണം കോളത്തിൽ എന്ത് എടുക്കണ്ട, വെർട്ടിക്കൽ എടുക്കണ്ട. ഓക്കെ, ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ 9 HA/HDൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. HA MAB + MBA -40/4 അതേപോലെ തന്നെ HD MCD + MDC/4 എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. HA + HD + 40 ഈക്വൽ ടു 0, അതായത് ഇക്വേഷൻ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം HA എന്താണ്, MAB + MBA -40 / 4 പ്ലസ് HD എന്താണ്, MCD + MDC/4 പ്ലസ് 40 ഈക്വൽ ടു 0. MAB MBAൻ്റെ വാല്യൂസ് എവിടെ ഉണ്ട്, സ്റ്റെപ്പ് 2-ലുണ്ട്. അതിനെടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -40 പ്ലസ് MCD + MDCൻ്റെ വാല്യൂ എവിടെ ഉണ്ട്, സ്റ്റെപ്പ് 2-ലുണ്ട്. അതിനെടുത്തിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈയിലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം MAB എന്ന് പറയുന്നത് എന്താണ്, -7.5 പ്ലസ് EA∠θB/2 -3/TA ഡെൽറ്റ പ്ലസ് MBA എന്ന് പറയുമ്പോൾ എന്താണ് 22.5 പ്ലസ് EA∠θB -3/TA ഡെൽറ്റ ആണ്. പിന്നെയുള്ള -40
പ്ലസ് എം സി ഡി എന്ന് പറയുന്നത് എന്താണ് ഇ ഐ തീറ്റ സി മൈനസ് 3/ടി എ ഡെൽറ്റ. എം ഡി സി എന്ന് പറയുന്നതോ ഇ ഐ തീറ്റ സി ബൈ 2 മൈനസ് 3/ടി എ ഡെൽറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇതെല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതിൽ എം എ ബി പ്ലസ് എം ബി എ മൈനസ് 40/4ഉം ഇവിടെ എന്താണ് എം സി ഡി പ്ലസ് എം ഡി സി ഡിവൈഡഡ് ബൈ 4ഉമാണ്. രണ്ടും കൂടി എന്ത് ചെയ്യുക, ഒറ്റ ലൈൻ വരച്ചിട്ട് 4 ആക്കിയതാണ് കേട്ടത്. പിന്നെ പ്ലസ് 14 എന്ത് ചെയ്ത് ഈക്വൽ ടു സൈഡിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തായി മൈനസ് 40. ഓക്കെ. പിന്നെ എം എ ബിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എം ബി എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെയുള്ള മൈനസ് 40, എം സി ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എം ഡി സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് ഓൾ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു മൈനസ് 40. അതാണ് ഇപ്പോൾ ചെയ്തത്. ഇത് കാണുന്ന ഈ ഒരു ഭീകരതയേ ഉള്ളൂ. ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പം കാണുമ്പം ഇതിൻ്റെ വീഡിയോൻ്റെ ലെങ്ത് ഒന്നും നോക്കണ്ട. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി ഇങ്ങനെ എഴുതാനുള്ളേ ഉള്ളൂ. പിന്നെ ഒക്കെ ചെറിയ ചെറിയ വാല്യൂസ് ആണ്. 3/8 1/2 ചെറിയ കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് സ്റ്റെപ്സ് കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇത് അതിന് മാത്രം ടഫേ അല്ല, സിമ്പിളാണ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഈ ഡിവൈഡഡ് ബൈ 4നെ ഈക്വൽ ടു സൈഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ ഇൻറ്റു 4 ഇതെന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. അതാണ് എന്ത് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്പേഴ്സ് തമ്മിൽ ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ -7.5 + 22.5 + 15 കിട്ടും. +15 - 40 -25. പിന്നെ ഇ ഐ തീറ്റ ബിൻ്റെ ടേംസ് ആഡ് ചെയ്യുക. 1/2 ഇ ഐ തീറ്റ ബി പ്ലസ് ഇ ഐ തീറ്റ ബി. അപ്പോൾ 1/2 + 1 3/2 ഇ ഐ തീറ്റ ബി. പിന്നെ ഇ ഐ തീറ്റ സി 1 ഇ ഐ തീറ്റ സി പ്ലസ് 1/2 ഇ ഐ തീറ്റ സി എത്ര കിട്ടും, 3/2 ഇ ഐ തീറ്റ സി. പിന്നെ ഇ ഐ ഡെൽറ്റ -3/ടി എ ഡെൽറ്റ 1 2 3 4. അപ്പോൾ 4 × 3/8 ഡെൽറ്റ എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും, -3/2 എ ഡെൽറ്റ എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയത്. ഹോൾ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു -40. ഇനി 4ന് എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, -160 എന്ന് കിട്ടും. പിന്നെ ഫസ്റ്റ് തീറ്റ ബിൻ്റെ ടേം, പിന്നെ തീറ്റ സിൻ്റെ ടേം, പിന്നെ ഡെൽറ്റ. അത് അങ്ങനെ തന്നെ എഴുതണം. കാരണം ആദ്യം തീറ്റ ബി, പിന്നെയാണ് തീറ്റ സി, പിന്നെയാണ് ഡെൽറ്റ. അങ്ങനെയാണ് ഫോർമാറ്റ് കീപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 3/2 ഇ എ തീറ്റ ബി പ്ലസ് 3/2 ഇ എ തീറ്റ സി -3/2 ഇ എ ഡെൽറ്റ ഈക്വൽ ടു ഈ -25 എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. -160 + 25 -135 എന്ന് കിട്ടും. അതാണ് എന്ത് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ 10. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്തപ്പോഴുള്ള ഇക്വേഷൻ 7. ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ 7 കിട്ടി. 7/3 ഇ എ തീറ്റ ബി പ്ലസ് 2/3 ഇ എ തീറ്റ സി -3/8 ഇ എ ഡെൽറ്റ ഈക്വൽ ടു 37.5. പിന്നെ ജോയിൻറ്റ് സി കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ 8 കിട്ടി. 2/3 ഇ എ തീറ്റ ബി പ്ലസ് 7/3 ഇ എ തീറ്റ സി -3/8 ഇ എ ഡെൽറ്റ ഈക്വൽ ടു -60. അപ്പോൾ 3 ഇക്വേഷൻസ് ആയി. ഇക്വേഷൻ 7, ഇക്വേഷൻ 8 ആൻഡ് ഇക്വേഷൻ 10. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതിനെ സോൾവ് ചെയ്തിട്ട് ഇ ഐ തീറ്റ ബി, ഇ ഐ തീറ്റ സി ആൻഡ് ഇ ഐ ഡെൽറ്റ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, മാനുവലായിട്ട് ചെയ്യാൻ ഇത് കഴിയില്ല. പിന്നെ മെട്രിക്സ് ഒക്കെ ഉപയോഗിക്കണം. മെട്രിക്സ് അറിയണവർ മെട്രിക്സ് വെച്ചിട്ട് ചെയ്യാം. എനിവേ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇ ഐ തീറ്റ ബി, ഇ ഐ തീറ്റ സി ആൻഡ് ഇ ഐ ഡെൽറ്റ വെച്ചിട്ട് എന്ത് കിട്ടും, നമുക്ക് 3 സോൾവ് ചെയ്യുമ്പോൾ വാല്യൂസ് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എല്ലായിടത്തിലും ഇ ഐ തീറ്റ ബിൻ്റെ ടേംസ് ചെയ്ത്, പിന്നെ ഇ ഐ തീറ്റ സി ആൻഡ് പിന്നെ ഇ ഐ ഡെൽറ്റ, പിന്നെ എല്ലായിടത്തിലും ഈക്വൽ ടു സൈഡിൻ്റെ അപ്പുറത്താണ് എന്ത് നമ്പർ. കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കാൽക്കുലേറ്ററിൽ. എന്നിട്ട് ഇതിനെന്ത് ചെയ്യുക, സോൾവ് ചെയ്തിട്ട് ഇ ഐ തീറ്റ ബി, ഇ ഐ തീറ്റ സി ആൻഡ് ഇ ഐ ഡെൽറ്റ കണ്ടുപിടിക്കുക. അതാണ് എന്ത് അടുത്ത സ്റ്റെപ്പ്. എന്നിട്ട് അതിനെ നമ്മൾ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എം എ ബി, എം ബി എ, എം ബി സി, എം സി ബി, എം സി ഡി ആൻഡ് എം ഡി സി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്നിട്ട് ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഇത് കാണുന്ന കുറച്ച് ചെയ്യാണ്ടെന്നേ ഉള്ളൂ. സംഗതി സിമ്പിളാണ്, സിമ്പിൾ കാൽക്കുലേഷനാണ് വരിക. ഓക്കെ. അപ്പോൾ എല്ലാവരും അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. ഇക്വേഷൻ 7, ഇക്വേഷൻ 8 ആൻഡ് ഇക്വേഷൻ 10 ഇവിടെ ഉണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്ത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്തപ്പം ഇ ഐ തീറ്റ ബി ഈക്വൽ ടു 39.25, ഇ ഐ തീറ്റ സി ഈക്വൽ ടു -19.25 ആൻഡ് ഇ ഐ ഡെൽറ്റ ഈക്വൽ ടു 110 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂസിന് എന്ത് ചെയ്യണം, നമ്മൾ മുന്നേ ഒക്കെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 2 ആയിട്ടുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസിൽ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ചേഞ്ച് എവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിത്ത് സ്വേയിൽ എവിടെ ചേഞ്ച് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഫ്രെയിം എടുക്കുന്നതും ആ ഒരു സ്റ്റെപ്പാണ് എന്ത് ഇതിൽ ചേഞ്ച് ഉള്ളത്. അത് ആ ഒരു ഇക്വേഷൻ 10 ഫോം ചെയ്യുന്നതാണ് എന്ത് ഇതിലുള്ള ചേഞ്ച്. പിന്നെ അതേപോലെ തന്നെ ബീമിൽ എന്തുണ്ടാവില്ല, ഡെൽറ്റ ഉണ്ടാവില്ല. അതൊക്കെയാണ് എന്ത് ഇപ്പോൾ ഈ ഒരു സ്വേ ഉള്ള ഫ്രെയിമിലുള്ള ചേഞ്ചുകൾ. ഓക്കെ. പിന്നെ ഡെൽറ്റൻ്റെ ഈ എ ബിയിലും സി ഡിയിലും എന്തുണ്ടാവും, ഡെൽറ്റൻ്റെ ടേംസ് ഉണ്ടാവും. ബി സിയിൽ എന്തുണ്ടാവില്ല, അതായത് ബീമിൻ്റെ പോർഷനിൽ ഡെൽറ്റൻ്റെ ടേം ഉണ്ടാവില്ല.
എം എ ബിയിലും എം സി ഡിയിലൊക്കെ എന്തുണ്ടാവും ഡെൽറ്റൻ്റെ ടേംസ് ഉണ്ടാവും. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഫ്രെയിം എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. കാരണം 3 അൺനോൺസ് ഉണ്ട്, അപ്പോൾ 3 ഇക്വേഷൻസ് വേണ്ടി വരും. ഓക്കെ, അതാണ് ഒരു ചേഞ്ച്. അപ്പം ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇ ഐ തീറ്റ ബി, ഇ ഐ തീറ്റ സി ആൻഡ് ഇ ഐ ഡെൽറ്റ കിട്ടി. ഇനി സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 4 ഫൈനൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇ ഐ തീറ്റ ബി, ഇ ഐ തീറ്റ സി ആൻഡ് ഇ ഐ ഡെൽറ്റ ഇൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. 6 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് എന്ത്, എം എ ബി. എം എ ബി ഈക്വൽ ടു -7.5 പ്ലസ് ഇ ഐ തീറ്റ ബി ബൈ 2 മൈനസ് 3.8 3/8 ഇ ഐ ഡെൽറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -7.5 ഡിവൈഡഡ് ബൈ 39 പ്ലസ് 39.25 ബൈ 2 മൈനസ് 3/8 ഇൻറ്റു 110 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -29.125 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അടുത്തത് എം ബി എ. ഇക്വേഷൻ 2 ആണെന്ത്, എം ബി എ. Equation 2 implies MBA equal to 22.5 plus EA theta B minus 3/8 EA delta. Substitute ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 20.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അടുത്തത് ഇക്വേഷൻ 3 എം ബി സി ആണ്. ഫസ്റ്റ് നമ്മൾ കൊടുത്ത 1 2 3 ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. എം ബി സി ഈക്വൽ ടു -60 പ്ലസ് 4/3 EA തീറ്റ ബി പ്ലസ് 2/3 EA തീറ്റ സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിട്ടും -20.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്, ഇപ്പം എം ബി സി വരെ എത്തി. ഇനി എം സി ബി, എം സി ഡി ആൻഡ് എം ഡി സി കണ്ടുപിടിക്കുക. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അതാണ് എന്ത് അടുത്ത് ഇനി ചെയ്യാനുള്ളത്. അടുത്തത് എം സി ബി ഈക്വൽ ടു, അടുത്തത് ഇപ്പം എം എ ബി കണ്ട്, എം ബി എ കണ്ട്, എം ബി സി ഉണ്ട്. അടുത്തത് എം സി ബി. എം സി ബി ഈക്വൽ ടു 60 പ്ലസ് 2/3 എ തീറ്റ ബി പ്ലസ് 4/3 എ തീറ്റ സി ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 60 പ്ലസ് 2/3 ഇൻറ്റു എ തീറ്റ ബി നമുക്ക് 39.25 ആണെന്നറിയാം. പ്ലസ് 4/3 ഇൻറ്റു എ തീറ്റ സി എത്രയാണ്, -19.25 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 60.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അടുത്തെന്താണ് എം സി ഡി. എം സി ഡി ഈക്വൽ ടു എ തീറ്റ സി മൈനസ് 3/8 എ ഡെൽറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -60.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ലാസ്റ്റ് വൺ എം ഡി സി. എം ഡി സി ഈക്വൽ ടു എന്താണ്, ഇ എ തീറ്റ സി ബൈ 2 മൈനസ് 3/8 എ ഡെൽറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -50.875 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം എം എ ബി, എം ബി എ, എം ബി സി, എം സി ബി, എം സി ഡി, എം ഡി സി ഒക്കെ ആയി. എല്ലാ മൊമെൻറ്റ്സും ആയി. ഇനി എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് 5 ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി സാധാരണ ചോദിക്കില്ല, കാരണം എല്ലാം കൂടി അത്രയും ടൈം കിട്ടില്ല. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞു നിൽക്കണമല്ലോ, അതേപോലെ വരച്ചാൽ മതി. ഓക്കെ, സാധാരണ ഫ്രെയിമിന് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിക്കലില്ല. ചോദിക്കുകയാണെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇനി അടുത്തത് സ്റ്റെപ്പ് 5 ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ്. ഞാൻ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് മാറ്റി വരച്ചിരിക്കണം. നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഗറിൻ്റെ നേരെ താഴത്ത് വരച്ചാൽ മതി. എനിവേ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചിരിക്കണം. എ ബി സി ഡി, എം എ ബി, എം ബി എ, എം ബി സി, എം സി ബി, എം സി ഡി ആൻഡ് എം ഡി സി. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് വരയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് വരയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഓൺ സ്പാൻ എ ബി എന്താണ്, 40 കിലോ ന്യൂട്ടൺ ആക്ടിങ് അറ്റ് ഡിസ്റ്റൻസ് 3 മീറ്റർ ഫ്രം എയും 1 മീറ്റർ ഫ്രം ബിയും ആണ്. എന്താ ഇക്വേഷൻ, ഡബ്ല്യു എ ബി ബൈ എൽ ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് എത്ര, 40. എ എന്ന് പറയുന്നത് എത്രയാണ്, ഞാൻ മുന്നേ പറഞ്ഞ ലെഫ്റ്റ് സപ്പോർട്ട് എന്നുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ 3. ബി എത്രയാണ്, 1. ബി എത്രയാണ്, 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെങ്ത് എത്രയാണ്, 4. എ എന്ന് പറയുന്നത് ലെഫ്റ്റ് സപ്പോർട്ട് എന്നുള്ള ഡിസ്റ്റൻസ് ആട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈക്വൽ ടു എത്ര കിട്ടും, 30 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി അടുത്ത ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം സ്പാൻ ബി സി എടുക്കുക. സ്പാൻ ബി സിയിൽ എന്താണ്, 80 കിലോ ന്യൂട്ടൺ ഹാഫിലാണ്. അപ്പോൾ ഡബ്ല്യു എൽ ബൈ 4. 80 × 6/4 120 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പം സ്പാൻ ബി സിയിൽ ഒരു 120ൻ്റെ ട്രയാങ്കിൾ വരയ്ക്കാം. ലോഡിൻ്റെ നേരെ താഴത്ത് മാക്സിമം, ഇവിടെ ലോഡിൻ്റെ നേരെ താഴത്ത് മാക്സിമം. ഇനി നമ്മൾ എന്താ വരയ്ക്കുന്നത്, സാധാ പോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ആദ്യം എം എ ബി ഈക്വൽ ടു -29.125. മൈനസ് എന്ന് പറയുമ്പം എ ബി, എം എ ബി എന്ന് പറയുമ്പം എ ബി സ്പാനിൽ ബീനെ തമ്പ് എന്ത് ചെയ്യുക, ബിയിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട് -29.125 എന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. ഇത് 30 ആകുമ്പോൾ ഏകദേശം 29 ഇവിടെ വരും. അതും എയും തമ്മിൽ ജോയിൻ ചെയ്യാം. അടുത്തത് എം ബി എ. ഇതേപോലെ തന്നെ തമ്പ് വെക്കുക. എന്താ വാല്യൂ, 20.5 ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇത് 30 വരുമ്പോൾ 20 ഏകദേശം ഇത് വരും, ഇത് വരും. ഇതാണെന്ന് വിചാരിക്കുക സ്കെയിൽ ചെയ്യുമ്പോൾ. ആ 20.5ഉം ബിയും എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഇത് തമ്മിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് സ്കെയിൽ എടുത്തിട്ട് ഇത് 30 ആണ് വരച്ചെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊരു 29.125.
ഓക്കെ, ഇനി കുറച്ച് താഴ്ന്നു വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അടുത്തത് MB എത്രയാണ്? 20.5. അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് MBC എത്രയാണ്? -20.5. അപ്പോൾ ബി സിയിൽ തമ്പ് വെക്കുക, സിയിലേക്ക് പോയിന്റ് ചെയ്തിട്ട് -20.5 എന്ന് പറയുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് 120 ആണ്. അപ്പോൾ 20 ഏകദേശം എത്ര ഉണ്ടാവും എന്ന് വിചാരിക്കുക. പിന്നെ MCB 60.5 ആണ്. എന്താ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ആണ്. ഡയറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് ആണ്, +60.5 ആണ്. CBയിൽ തമ്പ് വെക്കുക, ബിയിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം 120ൻ്റെ പകുതിയിൽ വരെ ഏകദേശം 60.5. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് പോയിൻ്റൊക്കെ ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി എന്താണുള്ളത്? വാല്യൂസ് മാർക്ക് ചെയ്യണം. ഇവിടെ എത്ര വാല്യൂ? MBC = -20.5 ആണ്. അപ്പോൾ 20.5. CB = 60.5. ഇനി അടുത്തത് MCD ആണ്. അതെത്രയാണ്? -60.5 ആണ്. മൈനസ് എന്ന് പറയുമ്പം CD സ്പാനിൽ കൈ വെക്കുക, ഡിയിലേക്ക് പോയിന്റ് ചെയ്തിട്ട് -60.5 എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് കിട്ടും. ഏകദേശം ഒരു 60 അതാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യാം. ഇത് C, ഇത് 60.5. ഇനി ഡിയിൽ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ MDC വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡിയിൽ എന്ത് ചെയ്യുക? തമ്പ് വെക്കുക, സിയിലേക്ക് പോയിന്റ് ചെയ്തിട്ട് എന്താ വാല്യൂ? മൈനസ് ആണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. എത്ര വാല്യൂ? 50.875. ഇത് 60 ആകുമ്പോൾ ഏകദേശം ഇതൊരു 50 കൊടുക്കുക. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഡിങ് ആണ്. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം AB സ്പാനിൽ ആദ്യം ഷെയ്ഡിങ് നോക്കാം. ആദ്യം AB സ്പാനിൽ 29.125ഉം 20.5ഉം ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ താഴത്തേക്ക് എന്താണ്? നെഗറ്റീവാണ്. മുകളിലേക്ക് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ഈ ഒരു ഫൈനൽ മൊമെൻറ്റിൻ്റെ താഴത്തേക്ക് നെഗറ്റീവ്, മുകളിലേക്ക് എന്താണ്? പോസിറ്റീവാണ്. ഇവിടെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രം എപ്പോഴും എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ പോസിറ്റീവും വരും, ഇതിൻ്റെ താഴത്തേക്ക് അതിനെക്കൊണ്ട് എന്ത് വരും? ഇതിൻ്റെ നെഗറ്റീവും വരും. അപ്പോൾ രണ്ടും കൂടി എന്താവും? ക്യാൻസലാവും. അപ്പോൾ അവിടെ ഒന്നും കാണിക്കണ്ട, അവിടെ ഷെയ്ഡും ചെയ്യണ്ട. അതേപോലെ തന്നെ അടുത്ത BC സ്പാനിൽ 20.5ഉം 60.5 ആണ് മൊമെൻറ്റ്സ്. അതിൻ്റെ മുകളിലേക്ക് എന്താണ്? പ്ലസ്സും താഴത്തേക്ക് എന്താണ്? മൈനസും ആണ്. ഇവിടെ അതേപോലെ തന്നെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രം എന്താണ്? പ്ലസ് ആണ്. ഇതിൻ്റെ താഴത്തേക്കുള്ള മൈനസും കൂടി വരുമ്പോൾ ഇവിടെ എന്താവും? ക്യാൻസലായി പോകും. ഓക്കെ, ഇനിയുള്ളത് കോളം റീജിയൻ ആണ്. കോളം റീജിയൻ ചില കൺവെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ചെയ്താൽ മതി. ഇതിന് സൈൻ കൺവെൻഷൻ എന്ത് ചെയ്യണ്ട? വേണമെന്നില്ല, ജസ്റ്റ് ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഇതേ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബ്രാക്കറ്റിലിടുക. നിങ്ങൾ സ്കെയിലൊക്കെ എടുത്ത് നല്ല വൃത്തിയിൽ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് റിക്വയർഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ഇത് സാധാരണ ബീം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. മുകളിലേക്ക് പ്ലസ്, താഴത്തേക്ക് മൈനസ്. ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഷെയ്ഡ് ചെയ്തിട്ടാൽ മതി. അതാണ് എന്ത്? റിക്വയർഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ.